യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 43-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ടെസ്റ്റിലുള്ളത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ഇത്തവണ 50 ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുൻപായി പ്രഭാഷകൻ 42-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കുറച്ച് പേർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രോത്സാഹനം എന്ന പോലെ നമ്മൾ അവരുടെ മാർക്കും കമൻറ്റും ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റ്സ് മാത്രമാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ച മാർക്കുകൾ 25 ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. 25-ൽ 25 മാർക്ക് ലഭിച്ചവരുടെ പേരുകളാണ് പറയുന്നത്. ജോസ്നോ, സിന്ധു ബെന്നി, സുജ ജോജി, അൽഫോൻസ, മിനി ജോബ്. ഇനി 24 മാർക്ക് കിട്ടിയത് അൽഫോൻസ PE. അടുത്തത് 23 മാർക്ക് കിട്ടിയവരുടെ പേരുകളാണ് പറയുന്നത്. ജാൻസി തോമസ്, കെമില SMI, ആനി ഫ്രാൻസിസ്, മോളി മണി, തങ്കമ്മ ഗബ്രിയൽ, ജെസ്സി. ഇനി 22 മാർക്ക് കിട്ടിയത് മോളി ജോസ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. എന്ത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്? ഉത്തരം ഓപ്ഷൻ ബി, സൂര്യനെ. ചോദ്യം 2. മഞ്ഞിൻ്റെ വെണ്മ എന്താണ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ചോദ്യം 3. എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, അവിടുന്നാണ് സർവ്വവും. ചോദ്യം 4. തുഷാരം എന്തിൻ്റെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ജലാശയങ്ങളുടെ മുകളിൽ. ചോദ്യം 5. മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, മഴവില്ല്. ചോദ്യം 6. ആർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി, തൻ്റെ ഭക്തർക്ക്. ചോദ്യം 7. എന്താണ് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഉത്സവ ദിനങ്ങൾ. ചോദ്യം 8. മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ ചൂട് ശമിച്ച് എന്ത് ലഭിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഉന്മേഷമുണ്ടാകുന്നു. ചോദ്യം 9. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ആരാണ് പ്രഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഉദിച്ചുയരുന്ന സൂര്യൻ. ചോദ്യം 10. എങ്ങനെ
എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ അവിടുത്തെ വചനത്താൽ. ചോദ്യം 11. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി എന്തിനു പേര് നൽകുന്നു? ഉത്തരം ഓപ്ഷൻ സി മാസങ്ങൾക്ക്. ചോദ്യം 12. അവിടുന്ന് എന്ത് ചെയ്യുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു? ഉത്തരം ഓപ്ഷൻ ബി പ്രത്യക്ഷപ്പെടുമ്പോൾ. ചോദ്യം 13. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ എന്തിനെ അവിടുന്ന് സൃഷ്ടിച്ചു? ഉത്തരം ഓപ്ഷൻ എ ചന്ദ്രനെ. ചോദ്യം 14. ആരേക്കാൾ അവിടുന്ന് ഉന്നതമാണ്? ഉത്തരം ഓപ്ഷൻ സി എല്ലാ സൃഷ്ടികളെയും കാൾ. ചോദ്യം 15. സൂര്യൻ മധ്യാഹ്നത്തിൽ ആരെ വരട്ടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഭൂമിയെ. ചോദ്യം 16. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ എന്താണ് വിതറുന്നത്? ഉത്തരം ഓപ്ഷൻ സി തുഷാരം. ചോദ്യം 17. എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ കർത്താവ്. ചോദ്യം 18. കർത്താവ് എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭയവും ശക്തിയും. ചോദ്യം 19. സമുദ്രസഞ്ചാരികൾ ദ്വീപിലെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. ചോദ്യം 20. തൻ്റെ മഹത്വത്താൽ അവിടുന്ന് എന്തിനെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ മേഘങ്ങളെ. ചോദ്യം 21. ആരുടെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു? ഉത്തരം ഓപ്ഷൻ സി പരിശുദ്ധൻ്റെ. ചോദ്യം 22. അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ നിശ്ചയമാണ്. ചോദ്യം 23. എന്തിൻ്റെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു? ഉത്തരം ഓപ്ഷൻ സി നക്ഷത്രങ്ങളുടെ.
ചോദ്യം 24. എവിടെയാണ് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികളുള്ളത്? ഉത്തരം ഓപ്ഷൻ എ, ദ്വീപുകളിൽ. ചോദ്യം 25. മഞ്ഞ് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി, വെട്ടുകിളിപ്പറ്റം പോലെ. ചോദ്യം 26. പൂരിപ്പിക്കുക. അവിടുന്ന് അതിനും ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി, ഉപരിയാണ്. ചോദ്യം 27. എന്താണ് വരളുകയും ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, മരുഭൂമി. ചോദ്യം 28. പ്രഭാഷകൻ 43-ാം അധ്യായം 31-ാം വാക്യത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി, 3. ചോദ്യം 29. ശോഭയിൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ എ, സ്തുതിക്കുവിൻ. ചോദ്യം 30. അവിടുന്ന് തൻ്റെ എന്താലാണ് ഹിമവാതം അയക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, കൽപ്പനയാൽ. ചോദ്യം 31. സൂര്യൻ എന്താണ് ചൊരിയുന്നത്? ഉത്തരം ഓപ്ഷൻ എ, അഗ്നിശരങ്ങൾ. ചോദ്യം 32. സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, പക്ഷികളെ പോലെ പറക്കുന്നു. ചോദ്യം 33. എന്താണ് മഹനീയ ദൃശ്യം? ഉത്തരം ഓപ്ഷൻ ഡി, സ്വർഗം. ചോദ്യം 34. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എന്ത് പ്രദാനം ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ജ്ഞാനം. ചോദ്യം 35. ശോഭയാൽ അഴകുറ്റ എന്തിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ, മഴവില്ലിനെ. ചോദ്യം 36. സർവശക്തിയോടും കൂടി ആരെയാണ് പുകഴ്ത്തേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, അവിടുത്തെ. ചോദ്യം 37. സ്വന്തം ശക്തിയാൽ അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ലക്ഷ്യം പ്രാപിക്കുന്നു. ചോദ്യം 38. എന്താണ് അഗ്നി
കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി സസ്യങ്ങൾ. ചോദ്യം 39. പ്രഭാഷകൻ 43-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം ഓപ്ഷൻ ബി തെക്കുകാറ്റ് വീശുന്നു. ചോദ്യം 40. എന്താണ് എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുവരുന്ന സൂര്യനെ പ്രഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതന്റെ സൃഷ്ടി. ചോദ്യം 41. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ചോദ്യമാണ് പ്രഭാഷകൻ 43-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം കാണുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്. ചോദ്യം 42. എന്താണ് പൂർണ്ണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം? ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രൻ. ചോദ്യം 43 പൂരിപ്പിക്കുക. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ഡാഷ്? ഉത്തരം ഓപ്ഷൻ ഡി ശക്തി ലഭിക്കുക. ചോദ്യം 44. മഞ്ഞിന്റെ എന്ത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്? ഉത്തരം ഓപ്ഷൻ എ വെണ്മ. ചോദ്യം 45. അവിടുന്നാണ് സർവവും എന്നത് എന്തിൻ്റെ സാരമാണ്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാറ്റിൻ്റെയും. ചോദ്യം 46. എങ്ങനെയാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മേഘഗർജനം കൊണ്ട്. ചോദ്യം 47. ഇവയേക്കാൾ മഹത്തായ എന്ത് നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ നിരവധി കാര്യങ്ങൾ. ചോദ്യം 48. ആരാണ് ദ്വീപുകളിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സമുദ്ര സഞ്ചാരികൾ. ചോദ്യം 49. നക്ഷത്രങ്ങൾ കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ തിളങ്ങുന്ന എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി അലങ്കാര നിര. ചോദ്യം 50. സൂര്യൻ എപ്പോൾ ഭൂമിയെ വരട്ടുന്നു? ഉത്തരം ഓപ്ഷൻ സി മധ്യാഹ്നത്തിൽ. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും കിട്ടിയത്? നിങ്ങളുടെ പേരും എത്ര മാർക്കാണ് കിട്ടിയതെന്നും കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.